ഞങ്ങൾ കാറ് നിറയെ സാധനങ്ങളായിട്ട് എഞ്ചിന്റെ വീട്ടിലേക്ക് പോവാണ്. ഞാൻ നടന്നു വരണ്ടേ, എനിക്ക് കയറുള്ള സ്ഥലമില്ല. ഇതെടുത്ത് അങ്ങനെ വെക്കും. കാറ് നിറയെ ക്രാക്കേഴ്സ് ആണ് ഗൈസ്. ഇതുണ്ട്, ഇത് മൊത്തം നമുക്കൊന്ന് പൊട്ടിച്ച് തീർക്കാനുള്ളതാണ്. ഇതെനിക്ക് തലവേദനയാവും. വേഗം എടുത്താ വേഗം അവിടെ എത്താം. 5 ഗൈസ് കണ്ണൂരിൽ നിന്ന് വിഷു ആഘോഷിക്കാൻ വേണ്ടിട്ട് നാട്ടിലെത്തിക്കുന്നത് ഗൈസ്. ചെറിയൊരു സർപ്രൈസും കൊണ്ട് പോവുകയാണ്. അതെ, ചെറിയൊരു സർപ്രൈസ്. അവിടെ പോയിട്ട് മുറ്റം നിറയെ ഒന്ന് ക്രാക്കേഴ്സ് വെച്ച് പൊട്ടിക്കണം. അത് മാത്രല്ല, ഇതില് മൊത്തം ആകാശത്ത് പോയി പൊട്ടുന്നത്, അങ്ങനെ വൻ വെറൈറ്റി സാധനങ്ങൾ. ആവശ്യത്തെ വിഷുവിന് 4 സൈഡിൽ നിന്ന് ഗൈസ് ക്രാക്കേഴ്സ് പൊട്ടുന്ന, ഇങ്ങനെ മുകളിൽ പോയി പൊട്ടുന്നതാണ് എല്ലാരും. എപ്പൊ എല്ലാരും എടുത്തുകൊണ്ട് അങ്ങനത്തെ സാധനം. പണ്ട് നമുക്ക് അമ്പലത്തിൽ മാത്രം കാണാൻ പറ്റുള്ളൂ. ഇന്ന് ജുനുവിന്റെ താണ്ഡവമായിരിക്കും. ഞാൻ എന്നോട് മുണ്ടെടുക്കാൻ വേണ്ടി ഇന്ന ടൈമിൽ ഇവിടെ പറഞ്ഞ എന്നോട് മുണ്ടെടുക്കണ്ട, എനിക്ക് ആ ഫോണ് പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇവനോട് മുണ്ടെടുക്കാനേ. അപ്പൊ ഇവൻ പറഞ്ഞ മുണ്ടൊക്കെ എടുക്കണോ? അപ്പൊ ഞാൻ പറഞ്ഞ വിഷുവിനല്ലേ മുണ്ടെടുക്ക, ഇന്ന് മുണ്ടെടുക്കാത്തെന്ന് വെച്ച്. അവസാനം ഇവങ്ങനെ ഇങ്ങനെ എടുക്കണം. ഞാൻ പറഞ്ഞ ഈ മുണ്ടെടുക്കണം, ഈ പാന്റ് ഇട്ട് പോരി. അവസാനം ഈ ഫോണൊക്കെ എന്റെ കൈ തരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞതാണോ അവൻ ഇങ്ങനെ പറഞ്ഞത്? എന്തായാലും കുഴപ്പമില്ല ഗൈസ്, നമുക്ക് അവിടെ പോയിട്ട് പൊളിക്കാം. അവര് പായസം കണ്ടില്ലേ, പായസൊക്കെ വെച്ചിട്ട് കാത്തിരിക്കണം. ഞങ്ങൾ അവിടുത്തെ പരിപ്പ് പായസം 5 കണ്ണൂരിൽ എത്താൻ വൈകുന്നേരമാവും. അതുകൊണ്ടാണ് ഞങ്ങൾ രാത്രിയിലോട്ട് ആഘോഷം മാറ്റിയത്. പക്ഷെ അപ്പൊ 5 ഒരു സർപ്രൈസ് ആയിട്ട് ഇത് കണ്ടിട്ട് മിക്കവാറും ഓള് ഞങ്ങൾ ഓടിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് നോക്കാം. എത്തി, ഞാനിവിടെ എത്തി. കുറച്ച് ദിവസം അങ്ങോട്ട് പോയി, ഒന്നും കൂടെ വന്നു. ഉള്ളിലേക്ക് നോക്ക്. വീട് കത്തിക്കോ? എനിക്ക് ഇനി ആവശ്യമുള്ള മൊത്തം കത്തിക്കാനുള്ള സാധനങ്ങളുണ്ട്. പറ്റൂല. എന്താണ് ഇത്? ആദ്യം പിടിച്ചെടുക്കണോ? ഞാൻ വരാം. ഒരു കൈ കൊണ്ട് പിടിക്കാൻ പറ്റില്ല. ഇവിടെ അപ്പുറത്തുനിന്ന് പൊട്ടിക്കും, അവിടുന്ന് കോമ്പറ്റീഷൻ. അപ്പൊ ഇവിടെ അടുത്ത സാധനം പൊട്ടിക്കും, അതിന്റെ അപ്പുറത്തുനിന്ന് പൊട്ടിക്കും. അപ്പൊ തുടങ്ങിയത് ആ ഒരു 6 മണിക്ക് തുടങ്ങിയത്, ഇതുവരെ തീർന്നിട്ടില്ല. ഹാപ്പി വിഷുവളിയാ. എന്താണ് പടക്കം പിടിച്ച് ക്ഷീണിച്ചത്? കണ്ട് ക്ഷീണിച്ചതാ. എന്താടാ അത് കഴിഞ്ഞില്ല, ഒരു ചാക്കോടുണ്ട്. ഒന്നും കൂടി ഉണ്ട്. അത് ചെറുതായിട്ടുള്ള സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്. വിഷു കഴിഞ്ഞിട്ടോ. അപ്പോഴേക്കും ഒരാൾ പായസമായിട്ട് വന്നിട്ടുണ്ട്. ഇത് അവിടുത്തെ പായസമാണ്. ഞാൻ കൂടെ കണ്ണൂരിലെ പായസം. കണ്ണൂരിലെ പായസം, പരിപ്പ് പായസം. അടിപൊളി അടിപൊളിയല്ലേ? അമ്മ കേൾക്കുന്നുണ്ടല്ലേ? അമ്മ കിട്ടില്ല പായസം, നല്ല ടേസ്റ്റ്. ഇത് കണ്ണൂരത്തെ പായസം. ഓ എല്ലാം ഇത് തുടക്കത്തിലേ തന്നത് എനർജിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ആരും കുടിച്ച് മത്തായി പോയിരുന്നത് പ്രത്യേകം അറിയിക്കുന്നു. കൂട്ടത്തിൽ ചെറുതാണല്ലോ. ഞാനും ചെറുതാണ്. ചെറുതല്ല, ഗൂഗിൾ പേ ചെയ്തതാ. കമ്പിത്തിരിയൊക്കെ കത്തിച്ച് ആഘോഷിക്കാം നമുക്ക് എല്ലാവർക്കും. നിങ്ങൾക്ക് ഒരു കാര്യം കാണോ, ഇവിടെ 2 പേര് കനത്ത പോരാട്ടത്തിലാണ്. കാണിച്ചുതരാം. പക്ഷെ കനത്ത പോരാട്ടം ഇപ്പൊ നിൽക്കുന്ന എനിക്ക് തോന്നുന്നു. ഈ പടല് ഞാൻ അവിടെ സൈഡിൽ ഒരുക്കി വെച്ചത് അടുത്തത് ഇറക്കാൻ വേണ്ടിട്ട്. അതല്ലാണ്ട് വെട്ടിയതാണെന്ന് ഞാൻ പറയില്ല. അതെ, ഇനി അടുത്തത് ഇന്റെ കൂടെ കുതിരയാണ് പോകാനുള്ളത്. കുതിരയാണ് തന്നെ ഞാൻ വിടും. അതെ, കുതിര അങ്ങനെയല്ലേ പോവാ. ഈ സൈഡിൽ കണ്ട ഒരു ബ്രൗൺ കിടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അത് എൽ ഷേപ്പ് അല്ലേ? ഒരു കാലം അല്ല, എനിക്ക് ഇതിന്റെ ഐഡിയ ഒന്നുമില്ല. പിന്നെ അവനായിട്ട് ഇവിടെ കളിക്കാൻ മനസ്സിലായി. ബാക്കി കളിക്കാൻ നോക്കട്ടെ. ബാക്കി കുതിര പറ്റില്ല അല്ലേ? ഇത് കുതിര അല്ലെങ്കിൽ പിന്നെ രാജാവ് പോയിക്കോട്ടെ. ഏതാ രാജാവ്? ഇതാ രാജാവോ? എന്റെ ദൈവമേ, ഇതിനൊന്നും അറിഞ്ഞൂടല്ലേ? ഇത് പിന്നെ രാജാവല്ലേ? അയ്യോ, ഇത് രാജാവല്ലേ? ഇത് തേരാ, തേര്. ബാക്കി അപ്പൊ എനിക്ക് രാജാവിന് വേണ്ടി ഏതാ രാജാവ്? അപ്പൊ രാജാവ് നേരിട്ട് പഠനം തട്ടുന്ന കുറച്ച് ബുദ്ധിമുട്ടാ. രാജാവ് പഠനം തട്ടട്ടെ.
രാജാവിന്റെ മൂവ്മെന്റ് അല്ലേ? ഒരു മിനിറ്റ്, ഇങ്ങനെ കളിച്ചിട്ട് വലിയ കാര്യമില്ല. ഒരു മിനിറ്റ്, നമ്മളെ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് ഡുവലിംഗോ ഡൗൺലോഡ് ചെയ്തിട്ടില്ലായിരുന്നോ? ആ ആപ്പ് കയ്യില്ലേ? ആ അതെ, ആ സാധനം എടുത്ത് ഇത് മര്യാദയ്ക്ക് പഠിച്ചിട്ട് നീ ഇനി ഇവന്റെ കൂടെ കളിച്ചാൽ മതി. അല്ല ഡുവലിംഗോയിൽ ഇങ്ങനെ ചെസ് ആ ഡുവലിംഗോയിൽ ഇപ്പൊ പുതുതായിട്ട് ചെസ് പഠിപ്പിക്കുന്നുണ്ട്. നിനക്ക് നല്ല അടിപൊളിയായിട്ട് ഡുവലിംഗോയിൽ ചെസ് പഠിക്കാൻ പറ്റും. ഇനി പഠിച്ചതിന് ശേഷം ഇവനായിട്ട് കളിച്ചാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ വെട്ടി നിൽക്കേണ്ടി വരും. തോൽപ്പിക്കും ഞാൻ ഇവിടെ നിൽക്കുന്നതൊക്കെ ഞാൻ ഇവിടെ ഇരിക്കും. ഇനി അമലേട്ടൻ അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ. അതെ ഇതേപോലെ ഞാൻ നേരത്തെ നിർത്തി. രാജാവിനൊക്കെ ആദ്യം അല്ല ശ്രീ, പക്ഷെ എനിക്ക് ഇതിന്റെ ബേസ് വരെ അറിയില്ല. അത് തോന്നി. നിനക്ക് ഇതിലെ ആന ഏതാ കുതിര ഏതാ തേര ഏതാ എന്നത് മുതൽ ഇതിന്റെ സ്ട്രാറ്റജി, റൂൾസ്, ഐഡിയാസ് ഇതൊക്കെ നിനക്ക് ഈസി ആയിട്ട് ഡുവലിംഗോ വഴി പഠിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിനക്ക് ഇനിയൊന്നും ബൈ ഹാർട്ട് ആയിട്ട് ഓർത്തിരിക്കേണ്ടി വരില്ല. നമ്മൾ ഈ സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് ഇങ്ങനെ ടീച്ച് ചെയ്ത് തരൂലേ, അതേപോലെ ഡുവലിംഗോ ആപ്പിൽ ഒരു ക്യാരക്ടർ നിനക്ക് എല്ലാ റൂൾസും ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന പോലെ തന്നെ ഈസി ആയിട്ട് പഠിപ്പിച്ചു തരും. അതായത് ഒരു പസിൽ സോൾവ് ചെയ്യുന്ന ലാഘവത്തോടെ അവര് നമുക്ക് ചെസ് പഠിപ്പിച്ചു തരും. അതെ, പിന്നെ ഇതിലെ സെക്ഷൻ 1 നീ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഏകദേശം ഒരു ഫുൾ ഗെയിം കോൺഫിഡന്റ് ആയി കളിക്കാൻ പറ്റുന്ന അത്ര ട്രെയിനിങ് അവര് നിനക്ക് തന്നിട്ടുണ്ടാവും. ഇന്ന് രാത്രി ഇങ്ങനെ പോട്ടെ, പക്ഷെ നാളെ രാവിലെ ആകുമ്പോഴേക്കും എനിക്ക് ഇവനെ തോൽപ്പിക്കാൻ പറ്റണം. പറ്റും. ഇപ്പൊ തന്നെ കളിച്ചു തുടങ്ങി നാളത്തേക്ക് 5ക്ക് അമലേട്ടനെ വെട്ടിക്കാൻ പറ്റും. അതെന്തോണ്ടാ പറയുന്നത് വെച്ചാല് ഈ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിട്ട് എപ്പോഴും അമലേട്ടന്റെ കൂടെ കളിച്ചിട്ട് പൊട്ടാൻ നിൽക്കണ്ട. ഇതില് ഫ്രണ്ട്ലി മാച്ച് ഉണ്ട്, അത് കളിച്ചു കഴിഞ്ഞാൽ എക്സ്പീരിയൻസും കിട്ടും. 5 ഏത് ലെവലിലെത്തിയത് മനസ്സിലാക്കാൻ. എന്നാ പിന്നെ എപ്പോ തന്നെ ഇപ്പൊ തുടങ്ങി നാളെ രാവിലെ ആകുമ്പോൾ അവരെ പൊട്ടിക്കാം. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് ചെസ് കളിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഡുവലിംഗോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇതേപോലെ മത്സരിച്ചിട്ട് നിങ്ങളെ കൂട്ടുകാരെ തോൽപ്പിക്കുക ഗൈസ്. അപ്പൊ ഡുവലിംഗോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. വേണ്ടവരൊക്കെ എന്തായാലും ഡൗൺലോഡ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ഒരു ഗെയിം കളിക്കുന്ന ലാഘവത്തോടു കൂടി നമുക്ക് ചെസ് പഠിക്കാൻ പറ്റും. അതെ, അപ്പൊ എന്തായാലും ഡുവലിംഗോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ നമുക്ക് പടക്കം പൊട്ടിക്കാൻ പോവാം. ഗൈസ്, ഒഫീഷ്യലി നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇത്രയും നേരം ഇവിടെ വലിയ ബോംബൊക്കെ ആയിരുന്നു. ഇവിടെ ബോംബ് പലതരത്തിലുള്ള സാധനങ്ങൾ പെട്ടിങ്ങൾക്ക് മുറ്റം. അതെ, ഞങ്ങൾ വന്നപ്പോ തന്നെ പേടിച്ചിട്ടാണ് ഇവിടെ കയറിയത്. ഇനിയിപ്പോ അടുത്തത് ഞങ്ങളെ വീട്ടില് കുറച്ച് സാധനങ്ങൾ സാധനങ്ങൾ ഞാൻ ഇതൊക്കെ കെട്ടി പോകുന്നുണ്ടോ വിചാരിക്കും. ഞാൻ ഇപ്പൊ പൊട്ടിക്കാൻ പോവാം. ആ കമ്പിത്തിരി കത്തിക്കാനല്ലേ പോണത്. ജിംക തുടങ്ങി ഇവിടെ സൈഡില് ഓരോന്നെടുത്ത് പെറുക്കി പുറത്ത്. ഫസ്റ്റ് 60 പൊട്ടിച്ചാലോന്ന്. 60 പൊട്ടിക്കാ. ആ വെച്ച് തുടങ്ങാം. തുടക്കം 60. എനിക്കൊരു പടക്കം പോലും കിട്ടിയിട്ടില്ല. എന്താ എനിക്കൊരു പടക്കം പോലും കിട്ടിയിട്ടില്ല. തന്നെ കൊടുക്ക്. ഇതാണ് നമ്മളെ മേലെ പോയി പൊട്ടുന്ന 60. അതെ, അപ്പുറത്തും ഇപ്പുറത്തും കനക്ക് വെക്കണം. ഒരു പ്രാവശ്യം ഞങ്ങള് പൊട്ടിച്ച് ചെവിട് പോയത് ഓർമ്മ ഉണ്ടോ? അവിടെ തന്നെ പൊട്ടിപ്പോയി. ശ്രീന്റെ അവിടെ താഴെ തന്നെ പൊട്ടിപ്പോയി. പക്ഷെ ഞങ്ങളത് വീഡിയോയിൽ ഇട്ടിട്ടില്ല, സേഫ് അല്ല എന്നുള്ളത്. ടെറസിൽ ഒരു പ്രാവശ്യം പൊട്ടിച്ചിട്ട് എവിടെയാണോ കത്തിച്ച അവിടെ തന്നെ ടെറസിലിട്ട് ഞങ്ങളെ അടുത്തേക്ക് നേരെ വന്നു. ചെവി വെക്കാണ്ടായി. അതെ, എന്നിട്ട് 5 സല്ലുവിന്റെ ചെവിയിൽ ഒറ്റടി അടിച്ചു. അല്ല, കൂവി. അങ്ങനെയാണ് ചെവി തിരിച്ചിട്ടിയത്. കൂടുതൽ പ്രശ്നമായി തോന്നുന്നു, പക്ഷെ പിന്നാണ് തിരിച്ചു കിട്ടിയത്. കണ്ടോ, ഇത്രയും നമുക്ക് പൊട്ടിത്തീരാണ്ട്. ഇവിടെ ഫുള്ള് ലൈറ്റ് ഒക്കെ ഓഫ് ആക്കി ഇനി ഞങ്ങള് 60 ഷോട്ട് ഫസ്റ്റ് കത്തിക്കാൻ പോവാണ്. അങ്ങനെയാണ് നമ്മൾ ഉദ്ഘാടനം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റെഡി? അത് മേലെ പോയി പൊട്ടാനുള്ളതാ. അയ്യോ, ഇല്ലടാ, അതപ്പോ പോ. അത് പോയി.
അഞ്ചോ തെങ്ങ് അയ്യോ മുകളിലോട്ട് പോയി ഒന്നും പറ്റിയിട്ടില്ല. അറവില് കൂടുതലുണ്ട്. ആരോ വിസിലടിച്ചു. ഞങ്ങൾക്ക് എന്തായാലും അറിയില്ല. എന്തായാലും കൂടെ നല്ല രസം. നീ സിംഗിൾ ഒന്നുണ്ട് അതുകൂടെ വിരോധാഭാസം പറയണ്ടേ. തൊട്ടടുത്ത് ഭയങ്കര വീടുകള് പിന്നെ തെങ്ങ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടുന്ന് മറ്റിടത്തും മറിച്ചിടത്തും ഒക്കെ ആയിട്ട് പടക്കം പൊട്ടൽ എന്നാണ്. പോയി ഇപ്പൊ നമ്മൾ ഒഫീഷ്യൽ കോമ്പറ്റീഷനിലോട് കടന്നിരിക്കുകയാണ്. അതെ, ഇവിടുത്തെ കോമ്പറ്റീഷൻ പകുതി ആയിരുന്നു. ഇപ്പൊ നമ്മൾ ഇൻ ചെയ്ത് നമ്മളിപ്പോ കപ്പ് കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നു. രണ്ട് വീട്ടുകാരും മത്സരിച്ച് പൊട്ടിച്ച് തീർത്താണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഓരോരുത്തർക്കായിട്ട് മതിൽ ഇങ്ങനെ നിരത്തി വെച്ച് പോയി കത്തിച്ചാലോ? അല്ല ഇതാണ് ഇത് ലാസ്റ്റ് ഇത് സംഭവം എന്താ അറിയോ? അവിടെ നിന്ന് പറഞ്ഞത് 45 ഷോട്ട്സ് ആണ്, അത്രേ ഉള്ളൂ. പക്ഷെ സ്റ്റിൽ ഭയങ്കരമായിട്ട് നല്ല ഭംഗിയിൽ പൊട്ടുന്നുണ്ട്. നല്ല കനുള്ള വലുതാ. നമ്മൾ അമ്പലത്തിലൊക്കെ പൊട്ടിക്കുന്ന ടൈപ്പ്. പെൻസിൽ ഉണ്ടല്ലോ ഈ കൂട്ടത്തില്. പെൻസിലാ, കുഞ്ഞു പെൻസിൽ കഴിഞ്ഞു. ഓക്കെ, ഞാനിത് 6 നിരത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അത് ഞാനാ കമ്പിത്തിനുണ്ടോ ഷാമി? പൊട്ടുന്നില്ല, കത്തുന്നതാ. അത് കളർഫുൾ ചെറുപറ. അത് കത്തിക്കാം. അടുത്തത് നമുക്ക് മൂന്നാൾക്കാർ എത്തിക്കാം. അങ്ങനെ ഇട്ടാ പറ്റൂ. ശരി. ഞങ്ങൾ ഇത് 3 ആളും കൂടി ഈ സാധനം കത്തിക്കാൻ പോവാണ്. ഇത് മേലോട്ട് പോയിട്ട് ചറബറ വരുന്ന സാധനം കത്തിച്ചാലോ? കുഴപ്പമില്ല. അങ്ങനത്തെ കത്തലൊക്കെ കുറഞ്ഞ് പടക്കം പൊട്ടിക്കാം. ഇനി പൊട്ടണായിക്കോട്ടെ. നല്ല പൊട്ടൻ നമ്മൾ വാങ്ങിയിട്ടുണ്ടാവും. കുറവാണ്. ഇപ്പോഴോ ഇതൊരു കോമ്പറ്റീഷൻ ആക്കി എടുക്കണം കേട്ടോ. അടുത്തതായി അമലേട്ട സിംഗിൾ ഷോട്ട് പൊട്ടിക്കാൻ പോണ. ഓ അത്യാവശ്യം വിലപ്പുള്ള സാധനമാണ്. സിംഗിൾ ഷോട്ട് പൊട്ടിച്ചിട്ട് പാളിപ്പോയതാ. പക്ഷെ ഒരു പ്രാവശ്യം നമ്മൾ ആകാശം മൊത്തം നിറഞ്ഞതുകൊണ്ട്
പാരച്യൂട്ടോ അയ്യോ അതെ അത് പറയാൻ മറന്നു പാരച്യൂട്ട് കണ്ടിട്ട് അവര് സ്പെഷ്യൽ ആയിട്ട് എടുത്തു തന്നത്. ഇതൊക്കെ പൊട്ടിച്ച് അതാ പറമ്പില് വീടാൻ രക്ഷപ്പെട് പറയുന്നത് അത് പാരച്യൂട്ടായിരുന്നു. അടുത്ത അഞ്ചോ ഇത് സിംഗിൾ ഷോട്ട് ആണെന്നാണ്. ഇത് പാരച്യൂട്ടാണോ? അല്ലല്ല ഒറ്റ ഷോട്ട് 5 പ്രോ ആണ്. കുഴപ്പമില്ല, സിംഗിൾ ഷോട്ട് അത്ര കണ്ടുള്ളൂ, അത്ര പ്രതീക്ഷിക്കാവൂ. ഇനി അടുത്തേതാ? ആദ്യത്തെ തന്നെ സെയിം സാധനോ? സെയിം സാധനം എത്ര ഉണ്ട്? ഈ എന്തോന്ന് കത്തിക്കാത്ത? ഇതെന്താ? അത് സിംഗിൾ ഷോട്ട്. പേടിക്കണ്ട, അല്ല പാരച്യൂട്ട് അല്ല ഇത് സിംഗിൾ ഷോട്ട്. ഇത് സംഭവം എന്താ വെച്ചാൽ ഇത് മൊത്തം പോയി വാങ്ങിയത് ഇവിടെ. അതെ അതെ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെ പറ്റി ഒരു ധാരണയില്ല. പൊട്ടിക്കുമ്പോഴേ എന്താണ് ഏതൊക്കെയാണ് മനസ്സിലാവുന്നത്. ബോക്സ് മാറിപ്പോയതാ. പാരച്യൂട്ടിന് ഞാൻ ഇതാണെന്ന് വെച്ചിട്ട് പാരച്യൂട്ട് ആയി പോയി എടുത്തു കൊടുത്തത്. ഇവിടെ ഇതിന് മുന്നേ ഒരു തവണ എന്താ പറയാ ഈ തെങ്ങ് കത്തിയിട്ട് ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് അപ്പുറത്തെ വീട്ടില് ഇങ്ങനെ എന്താ പറയുക റോക്കറ്റ് പോകുന്ന സമയത്ത് തെങ്ങിന്റെ മുകളിൽ ഇരിക്കും. ഫ്രീ ആയിട്ട് പോകുമ്പോൾ ആരാളുള്ള ഒന്ന് എടുത്ത് ഫയർഫോഴ്സ് എന്തായാലും ജൂനോ on the floor. ജൂനോ on the floor. അയ്യോ ഇവിടെ കോമ്പറ്റീഷൻ തന്നെയാ. ഇവര് ഇവിടുന്ന് കറക്റ്റ് സാധനമാണല്ലോ. സമയത്താണ് അപ്പൊ മുതൽ വരില്ല. ഇപ്പൊ സമയം 9 മണി, 7:30, 8:30, 9 2.5 മണിക്കൂറായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത സല്ലു ദേ ഇതും കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്. പൊട്ടിക്കാൻ പോലെ ആ സിംഗിൾ ഷോട്ടോ കേട്ടോ. സിംഗിൾ ഷോട്ടാ? ആ മോളിൽ പോയി ആ അങ്ങനെ സല്ലു തിരി കൊളുത്താൻ പോകുന്നു. അമ്മേ കത്തി കത്തി സിംഗിൾ ഷോട്ടാ. വാങ്ങിക്കൊണ്ടേ. സോറി ഞാൻ പൊട്ടിക്കാം 45 ഞാൻ പൊട്ടിക്കും. നോക്കട്ടെ. അളിയാ ഞാൻ പൊട്ടിക്കണം 45. അത് അങ്ങനെ അതെ സിംഗിൾ ഷോട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, 4 റോളം കൂടെ വാങ്ങിക്കൊണ്ടല്ലോ. ആ നല്ല ഐഡിയ. അതിന് 4 രണ്ടിനും കൂടി ഇതാ ഓ ഇതെന്താ സംഭവം? എന്താ അയ്യോ ആ അടിപൊളി. ഈ പിന്നെ എന്തിനാ അവിടെ നിക്കുന്നത്? സീരിയസ് ആയിട്ട് കത്തിക്കുന്ന സമയത്ത് തിരിച്ചോടണല്ലോ. ആ ഓട്ടത്തിൽ ഞാൻ അത് കാണൂല. ഷാമി സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇതെന്താ? മറ്റേ വിഷമം തീർക്കാൻ ഇതും ഈ ആയതുകൊണ്ട് എനിക്ക് സംശയമുണ്ട്. അതും ചീറ്റി പോയി കഴിഞ്ഞാൽ നാണക്കേടാ. അതവിടെ തന്നെ തുറക്ക്. ജുനോനും എനിക്കും പടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് പണല്ലോ വാങ്ങിയാലോ? സീന അല്ല സീരിയസ് കോമലോ? ആ കോമല വാങ്ങാം. അമ്പലത്തിലൊക്കെ കത്തിക്കുന്ന ഒരു പറഞ്ഞു കേട്ടോ. അമ്പലത്തിലൊക്കെ കത്തിക്കുന്ന പൂക്കുറ്റി. കത്തിക്കുന്നതോ? അതെ കുറച്ച് മീൻസ് അത്രയും കൂടെ വലുത്. എന്നുവെച്ചാൽ കുറച്ച് നേരം നിക്കുന്നതായിരിക്കും. അത് വലുതാ. ഇങ്ങനെ ഭയങ്കര ഹൈപ്പ് കൊടുത്തൊന്നും കത്തിയിട്ടില്ല. എനിക്കറിയില്ല, പക്ഷെ ഇത് വലുതാ. നല്ല രസമല്ലേ കാണാൻ? നമുക്കത് കത്തിച്ചോ. ആദ്യം എന്താ
അത് കീടില്ലേ അത് പൊളിച്ച് അത് ഇന്ന് കത്തുകണ്ടോ കൈ അടുത്ത ഞാൻ കത്ത് നോക്കി നാലെണ്ണം ഇങ്ങനത്തെ 4 ഉണ്ടോ അതിന്റെ അടുത്ത തരോ വലുതാ വലുതാ മാറിക്കോ മാറിക്കോ അടുത്ത ഇത് 2 എണ്ണം വീതം ഞങ്ങൾ 2 പേരും കൂടെ കത്തിക്കാൻ പോകണം ഓക്കെ ഇപ്പൊ കിടും വേഗം പോയിക്കോ ആ റെഡി റെഡി രണ്ടും അഞ്ചിനും എത്തിച്ച് ശ്രീ കൂടെ പോയി കത്തിക്കാൻ പോയതാ ഇങ്ങനെ. Guys, ഒരു സ്പെഷ്യൽ ഐറ്റം പാമ്പുകളി ഇത് കിട്ടാനില്ല അതെ എത്ര എല്ലായിടത്തും പോകുമ്പോഴും ഞാൻ ചോദിക്കും പാമ്പുകളി കണ്ടോ ഞാൻ കണ്ണൂരിൽ നിന്നും ചോദിച്ചു അവിടെ ഇല്ല guys. പക്ഷെ ഇവിടെ ചോദിച്ചപ്പോ ഒരു ലോഡ് ഉണ്ടായിരുന്നു അതിനോട് ഒരു ഫുൾ പാക്ക് അത് കത്തിച്ചോക്കാം ഒന്നുകൊണ്ട് ഒരുമിച്ച് ഞാനുണ്ട്. അതാ പോവാ ഗൈസ് ഇവിടെ ഒരു ഫാമിലി ഫോട്ടോക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇരിപ്പാണ് ഗൈസ്. ഇതിനെ കറക്കി കളിക്കാണ് ഗൈസ്. ഗൈസ് ഇവിടെ പെൻസിൽ കത്തിക്കാണ്. ഞാൻ കഷ്ടപ്പെട്ട് പെൻസിൽ കത്തിച്ച് ഗൈസ് ഞാനിത് ഒറ്റക്ക് കത്തിക്കാൻ വേണ്ടി പോവാണ്. തിരിച്ചോടൂല. ഞാൻ വളരെ സംയമനത്തോടു കൂടി കത്തിക്കുന്നു. ആ ഉറപ്പ്. ശ്യാമി മെല്ലെ സ്ലോ മോഷനിൽ നടക്കണം. ഓ ഒന്നിങ്ങനെ ആളില്ല അല്ല മുകളിലോട്ട് പോകുമ്പോഴേ ചറപറയായി പോയി മുകളിൽ പൊട്ടുന്ന ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞില്ലേനോ? അതേതാ? അതൊന്ന് ചീറ്റി പോയില്ലേ? ചീറ്റി പോയി. അതായിരുന്നു മതി കത്തിച്ചോ. അടുത്തത് ഗൈസ് ഓടിക്കോ. വേണ്ട വേണ്ട അത് കിടത്ത അയ്യോ അവസാനത്തെ ഷോട്ടായിട്ട് നമ്മൾ 45 ഷോട്ട് പൊട്ടിക്കാൻ പോവാണ്. ഇതാണ് ഇത്രയും നേരം ശ്രീ പറഞ്ഞ ആ ഒരു ആയുധം. തുറക്കണോ? ഇത്രയും നേരം പറഞ്ഞില്ലേനു ഞാൻ 45 എടുക്കട്ടെ. ആ 45 ഗൈസ് വരാൻ പോകുന്നത്. അയ്യോ ഇത് ഒരുപാടുണ്ട്. ഇത് ഗൈസ് തിരി കൊടുക്കേണ്ടത് ഒന്നിന് കൊടുത്താൽ അതിന് കൊടുത്താൽ മതി. അതാവുമ്പോ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. ആര് തിരി കൊടുക്കുന്നേ? ഓക്കെ എന്നാ നമുക്കൊക്കെ കാണാം. കാക്കാണ് ഗൈസ് 45 ഷോട്ട് കത്തിക്കാൻ വേണ്ടി പോകുന്നത്. 45 ഷോട്ടുമായി സൽമാൻ അൽ ഫാരിസ്. 2 1 ഗോ. കത്തി കത്തി. അതെ 45 ശ്രീ പറഞ്ഞ പവർ ഈ 45-നുണ്ടോ നോക്കാം ഗൈസ്.
ഗൈസ് പടക്കം പൊട്ടിക്കലെല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങൾ വിഷു സദ്യ രാത്രി കഴിക്കുകയാണ്. എല്ലാരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു തവണ വിഷു സദ്യ എന്റെ വീട്ടിൽ നിന്ന് കഴിച്ചാണ്, പക്ഷെ അത് നോൺ വെജ് സദ്യയായിരുന്നു. ആ ശ്രീന്റെ ഇവിടെ എപ്പോഴും നോൺ വെജ് സദ്യ ആണ് ഉണ്ടാവുക, ഇവിടെ വെജാ. സദ്യയാണ്. കണ്ടോ ചെറിയൊരു സദ്യ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ആ നെയ്ബറിന്റെ അവിടെ നിന്ന് അല്ലേ. ചെറിയ സദ്യ. ആ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സാമ്പാറുണ്ട്, പിന്നെ പേരൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ എന്തൊക്കെയാണെന്നൊന്നും. ഇത് അവിയലല്ലേ, അവിയല് കൂട്ടുകറി അല്ലേ, ഇത് കൂട്ടുകറി അങ്ങനെ എന്തൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഗൈസ്. അങ്ങനെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും സൈഡ് ഒരു ഞങ്ങളെ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഞങ്ങൾ ഭയങ്കര ടയേർഡാണ് ഗൈസ്. പക്ഷെ ഒരു കിടിലം വിഷു ഞങ്ങൾ ആഘോഷിച്ച് പല പല സ്ഥലത്തുള്ള ഞങ്ങൾ ഒരു സ്ഥലത്ത് ഒത്തുകൂടി. പിന്നെ പൊതുവെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ അങ്ങനെ അധികം ആഘോഷങ്ങൾ സംഭവിക്കാറില്ല. ഇത് അല്ലെങ്കിൽ ഞങ്ങള് മാത്രമായിരിക്കും, ഇത് അവിടുന്ന് ഇവിടുന്ന് എവിടുന്നൊക്കെ പടക്കം പൊട്ടുന്നത്. ഒരു നാടിന് മൊത്തം പടക്കം പൊട്ടിയ ഒരവസ്ഥയായിരുന്നു. ഇപ്പോഴും തീർന്നിട്ടില്ല, ഇപ്പോഴും വേറെ സ്ഥലത്തൊക്കെ ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കും. ഞങ്ങൾ കടന്നു കഴിഞ്ഞാല് പിന്നെയും തുടങ്ങുന്നത്. ഇന്നലെ രാവിലെ ഇന്ന് രാവിലെ പൊലച്ചൊക്കെ കൊറേ കേട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പൊ ഇന്നത്തെ വിഷു എന്ന് പറയുന്ന ഒരു കിടിലം വിഷു ആയിരുന്നു ഇപ്രാവശ്യത്തത്. ഞങ്ങൾ ഒരുപാട് ആഘോഷിച്ചു ഗൈസ് എല്ലാവരും കൂടെ. അപ്പൊ നിങ്ങളെ എല്ലാവരുടെയും വിഷു എങ്ങനെയെന്ന് എന്റെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. പിന്നെ ഡുവലിംഗോന്റെ ലിങ്ക് നമ്മളിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ചെക്ക് ചെയ്തിട്ട് ചെസ് ഒക്കെ പഠിക്കുക. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു.